ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുഴിമന്തിയാണ്. വളരെ പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ കുഴിമന്തി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മന്തിക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ വലിയ പീസായിട്ട് മുറിച്ച് വാങ്ങിക്കണം. മന്തിക്ക് അത്യാവശ്യം വലുപ്പം വേണ്ടവർക്ക് വലുപ്പത്തിൽ മുറിച്ച് വാങ്ങിക്കാം. അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി പീസായി അരിഞ്ഞതിന് ശേഷം പാത്രത്തിലോട്ട് നിരത്തി വയ്ക്കുക. ഇതിപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് 2 കിലോ അടുത്ത് വരുന്നുണ്ട്. 1 കിലോ ചിക്കന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്രയെന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 2 കിലോ ചിക്കനാണ്. എടുത്തു വെച്ച ചിക്കനിലേക്ക് 2 വലിയ ക്യാപ്സിക്കം തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. അതിനുശേഷം നമ്മളിടുന്നത് മല്ലിയിലയും പുതിനയിലയാണ്. മല്ലിയില 1 പിടിയോളം എടുക്കുന്നുണ്ട്. പുതിനയില അതിനേക്കാളും ഒരു 2 ടീസ്പൂൺ കുറവ്. അതിനുശേഷം 2 ചിക്കൻ ക്യൂബ് പൊടിച്ച് അതിനകത്തോട്ട് ചേർക്കുക. ഉപ്പ്, ചിക്കൻ ക്യൂബിൻ്റെ ഉപ്പാണ് അതിനകത്ത് പിടിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം വേണമെങ്കിൽ ചിക്കൻ ക്യൂബ് പിന്നെയും ആഡ് ചെയ്യാം. അതിലേക്ക് ജീരകം ഒന്ന് ക്രഷ് ചെയ്തതും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഓയിലാണ് ഒഴിക്കേണ്ടത്. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1 കപ്പോളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ആവശ്യാനുസരണം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഓയിലാണ് നമ്മൾ മൊത്തത്തിൽ മന്തിക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ റൈസിൽ വേറെ നെയ്യോ എണ്ണയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടത്ര അളവിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ 1 കിലോ ചിക്കനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1.25 ടീസ്പൂൺ ജീരകപ്പൊടി, 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം, ചെറിയൊരു പിടി മല്ലിയില, പുതിനയില മല്ലിയിലേനേക്കാളും 2 സ്പൂൺ കുറവ്. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ 1 കിലോ കൂടുതൽ എടുത്തിട്ടുള്ളത് കൊണ്ട് സാധനങ്ങളും അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. മന്തിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകളും അളവുകളും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തേക്കാം. മന്തി ഉണ്ടാക്കുന്നതിൻ്റെ തലേന്ന് തന്നെ ചിക്കൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് പിറ്റേന്ന് എടുത്ത് നമ്മളത് കുക്ക് ചെയ്യണം. തലേന്ന് വെച്ചാലായിരിക്കും കൂടുതൽ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചിരിക്കുക.
തലേന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അത് നല്ലപോലെ വേകണം. വേകുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കാം. ഇവിടെ നമ്മൾ മന്തി ഉണ്ടാക്കാനായിട്ട് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. മന്തി ഉണ്ടാക്കാൻ എപ്പോഴും ബസുമതി റൈസ് തന്നെയാണ് നല്ലത്. നമ്മളിന്ന് അടുപ്പിലാണ് റൈസ് വേവിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കനൽ ലാസ്റ്റ് ദം ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരും. അങ്ങനെ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. നമ്മൾ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ നേരത്തെ ഇട്ടിരിക്കുന്നത് ഉണക്ക നാരങ്ങ, പട്ട, ഗ്രാമ്പു, തക്കോലം, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം കൂടി ചേർത്ത് വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. അതിലേക്കാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇടുന്നത്. ഇവിടെ അടുപ്പിൽ നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ നമ്മൾ വേകുന്നതനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇനി വെന്ത ചിക്കനിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച റൈസ് ഇടാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു തവ വെച്ചിട്ട് തവ ചൂടാക്കി അതിൻ്റെ പുറത്താണ് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ്റെ മീതെ ആവശ്യാനുസരണം നമ്മൾ പയ്യെ റൈസ് ഇട്ട് കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം റൈസിലേക്ക് അല്പം ഫുഡ് കളറ് പാലിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നടുക്ക് നമ്മളൊരു ചെറിയൊരു കുഴിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കനൽ വെച്ച് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എരിവിന് വേണമെങ്കിൽ നമുക്ക് ഒരു 3-4 പച്ചമുളക് മുഴുവനെ കഴുകി റൈസിലേക്ക് കുത്തി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കനൽ ഒരു പാത്രത്തിലാക്കി നടുക്കൊരു കുഴി കുത്തി അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ ചെറിയ രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ പുകയാകും. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് അടിച്ച് ടൈറ്റ് ചെയ്ത് ദം ചെയ്ത് വയ്ക്കുക. എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം അതിനകത്ത് മസാലയെല്ലാം പിടിച്ച് നല്ലപോലെ ടേസ്റ്റായിട്ട് ഇരിക്കും. മിനിമം അരമണിക്കൂറെങ്കിലും വയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ 1 മണിക്കൂർ കൂടുതലായി ഇപ്പോൾ ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കുറേ നേരമായി നമ്മൾ ഇരിക്കുന്നത്. അത്യാവശ്യം എല്ലാ മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് പയ്യെ കനലൊക്കെ എടുത്ത് മാറ്റി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ബിരിയാണിയേക്കാളും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മന്തി. നമ്മൾ തലേദിവസം ചിക്കൻ മസാല പുരട്ടി വെക്കണം എന്നതേ ഉള്ളൂ. മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമുക്ക് റൈസ് ഉണ്ടാക്കി അതിനകത്തോട്ട് ഇതേപോലെ ദം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക.